ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സൂപ്പറായിട്ട് സുഖിയൻ ഉണ്ടാക്കിയാലോ. മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ് സുഖിയൻ ഉണ്ടാക്കാൻ. അപ്പം ഞാനിവിടെ വെറൈറ്റി ആയിട്ട് കടലപ്പരിപ്പ് വെച്ചാണ് സുഖിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അതിനു വേണ്ടി ഞാൻ ഈ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിനകത്തിട്ട് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കഴുകി കുക്കറിനകത്തോട്ടിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം മതി, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ അത്രയും മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ. 4 വിസിൽ എടുത്താൽ മതി. 4 വിസിൽ കഴിഞ്ഞ് 4 വിസിൽ കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുക്കർ താഴെ ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പരുവം തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് വേണം വേവിച്ചെടുക്കാൻ. ഒരുപാട് ഉടയുകയൊന്നും വേണ്ട. എന്നിട്ട് കണ്ടു, ഞാനിപ്പം കാണിക്കുന്നത് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ മിക്സിയിലോട്ട് മാറ്റുവാണ്. ചെറിയ ചൂടുണ്ടപ്പോഴും. അപ്പം മിക്സിയിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അടിച്ച് 2 സെക്കൻഡ് കഴിഞ്ഞതായി ഈ ഒരു പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കണം. എന്നിട്ടിത് അവിടെ ഞാൻ സ്പൂൺ എടുത്ത് കാണിക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ട പാനീയം റെഡിയാക്കണം. അതിനു വേണ്ടി ഒരു പാൻ ഇൻഡക്ഷൻ കുക്കറിലോ അല്ലെങ്കിൽ ഗ്യാസിലോ വെച്ചിട്ട് ഞാൻ കടലപ്പരിപ്പ് എടുത്ത് സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുക്കണം. എന്നിട്ട് ഒരു അര ഗ്ലാസ് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തിട്ട് അതൊന്ന് പാനീയം റെഡിയാക്കണം. എന്നിട്ട് നന്നായിട്ട് അത് തിളച്ച് രണ്ടും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ 5 ഏലക്ക പൊടിച്ചത്, ഫൈൻ പൗഡറൊന്നും ആക്കണ്ട, ഇച്ചിരി ഒന്ന് ചതച്ച് പൊടിച്ച് അതിൻ്റെ ആ തൊലി മാറ്റിയിട്ട് ആ പൗഡർ മാത്രമേ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ, അതും കൂടെ കടലപ്പരിപ്പ് അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് 3ഉം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുക്കിയെടുക്കുന്ന ഇതിപ്പം മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കി വന്ന് കഴിയുമ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഗ്യാസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ടൈമിലും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് തൂക്കി കൊടുക്കണം. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു ചൂടിൽ തന്നെ ഒന്നും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ആ സമയത്ത് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി ഏലക്കാപ്പൊടി. ചിലവർക്ക് ഒരുപാട് ഏലക്കയുടെ സ്മെല്ല് താല്പര്യം കാണത്തില്ല, ടേസ്റ്റും ഇഷ്ടം കാണത്തില്ല, അവർ ഇട്ട് കൊടുക്കണമെന്നില്ല. ഞാൻ പിന്നെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബോൾസാക്കി വെക്കുക. ഇനി നമുക്ക് വറുക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടി ഞാൻ കടലപ്പരിപ്പ് എടുത്ത കപ്പിൽ ആ ഒരു സെയിം കപ്പിൽ ആട്ട എടുക്കണം. പിന്നെ ആ കപ്പിൽ പകുതി കപ്പ് അരിപ്പൊടി, ഫൈൻ പൗഡറായിട്ടുള്ള അരിപ്പൊടി, ഇടിയപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഇട്ട് നല്ലൊരു ബാറ്റർ ഈ ഒരു പരുവത്തിൽ ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് വറുത്തെടുക്കാം. ഇനി ഞാൻ ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ ആ ബോൾസ് ഈ ബാറ്ററിൽ മുക്കി അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുന്ന പരുവത്തിലാണ് എണ്ണ ഒഴിച്ചത്. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സൈഡ് ഒരു പകുതി മൊരിഞ്ഞിട്ട് അടുത്ത സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നാലേ കണ്ടോ, ഇപ്പോൾ ആ ബാറ്റർ നല്ല ആ ഒരു പരുവത്തിൽ ബാറ്റർ റെഡിയാക്കിയത് കൊണ്ട് അത് കോട്ടിങ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പം നമ്മൾ വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ കോട്ടിങ് ഒന്നും പൊട്ടാതെ നല്ല രീതിയിൽ കോട്ടിങ് ബോൾസിലോട്ട് ഇതായിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവം വേണം. അല്ലെങ്കിൽ നമ്മൾ ബാറ്ററി ഇച്ചിരി ലൂസായെങ്കിൽ കോട്ടിങ് ഒട്ടും അത് നിൽക്കത്തുമില്ല, എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത്
കോരി മാറ്റണം. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു.